ഈ സർവകലാശാല വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻപിലേക്ക് വരുന്നുണ്ട്. ഈ സർവകലാശാല തെരഞ്ഞെടുപ്പുകളൊക്കെ കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ പ്രശ്നം എവിടെയാണ്? പ്രശ്നം നിൽക്കുന്നത് ഇപ്പോൾ KSUവും MSFും തമ്മിലാണ്. ഈ MSF വർഗീയ സംഘടനയാണ് എന്ന ആക്ഷേപം ഇപ്പോൾ ഉന്നയിക്കുന്നത് KSU നേതാക്കൾ തന്നെയാണ്. കൊടുവള്ളിയിൽ നമ്മളത് കണ്ടതാണ്. അവിടെ MSF തോറ്റു, മതേതൃത്വം ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രകടനമടക്കം പലയിടങ്ങളിൽ നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. മറുഭാഗത്ത് IC ബാലകൃഷ്ണനും T സിദ്ദിഖും ഇനി നിയമസഭ കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രകടനം നടത്തിയത് MSFുകാരായിരുന്നു. അവരുടെ കുടുംബകാര്യമാണ്. പക്ഷേ നമുക്കതിൽ കയറി ഒന്ന് പരിശോധിക്കണം, കാര്യങ്ങൾ ചിലതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഏതായാലും കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെ KSU MSF പോര് മുറുകുന്നു. MSFനെ വർഗീയ സംഘടനയായി ചിത്രീകരിക്കാൻ KSU ശ്രമിച്ചെന്ന് MSF കൊടുവള്ളി ലോക്കൽ കമ്മിറ്റിയുടെ ആക്ഷേപം. ഉത്തരവാദികളായ KSU കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കാത്ത പക്ഷം UDF മുന്നണി സംവിധാനത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറല്ല എന്നാണ് MSF കൊടുവള്ളി ലോക്കൽ കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത്. ഇതേ കൊടുവള്ളിയിലെ ലീഗ് നേതാവാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ അഭയാർത്ഥികളായി ഇങ്ങോട്ടേക്ക് മത്സരിക്കാൻ വേണ്ടി വന്നവരല്ലേ എന്ന ചോദ്യം ഉന്നയിക്കുകയും ചെയ്തത്. ചേതനുണ്ട് കോഴിക്കോട് എന്നോടൊപ്പം ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. ചേതൻ, അതായത് ഇപ്പോൾ MSFും KSUവും തമ്മിലടിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. MSF വർഗീയ സംഘടനയാണ് എന്ന ആക്ഷേപം ഉന്നയിക്കുന്നത് മറുഭാഗത്ത് നിൽക്കുന്നവരല്ല, ഇപ്പോൾ അത് പറയുന്നത് KSUവിൻ്റെ നേതാക്കൾ തന്നെയാണ്. തിരിച്ച് MSFിൻ്റെ ഭാഗത്ത് നിന്ന് KSUവിനെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ അവരും മുന്നോട്ട് വയ്ക്കുന്നു. രണ്ട് സംഘടനകളും തമ്മിലുള്ള ബന്ധം വല്ലാതെ തകരുകയാണോ? ഇതിൽ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും സമീപനം ഈ വിഷയത്തിൽ എങ്ങനെയാണ്? കോളേജുകളിൽ നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ KSU MSF ബന്ധം തുറന്ന പോരിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ വാർത്തകളാണ് കോഴിക്കോട് കൊടുവള്ളി KMO കോളേജിൽ നിന്ന് പുറത്തു വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ അടുത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് KSU ആയിരുന്നു. വൻ വിജയമാണ് KSU നേടിയത്. ഇത് ഈ കൊടുവള്ളിയിലെ KMO കോളേജ് എന്നത് വർഷങ്ങളായി MSFിൻ്റെ ഒരു കോട്ട, അല്ലെങ്കിൽ ലീഗിൻ്റെ ഒരു കോട്ട എന്ന് പറയുന്ന ഒരു കോളേജാണ്. വർഷങ്ങളായി അവിടെ യൂണിയൻ സ്വന്തമാക്കിയത് MSF ആയിരുന്നു. പക്ഷേ ഇത്തവണ അവർക്ക് വലിയൊരു തിരിച്ചടി നേരിടേണ്ടി വന്നു. മിക്ക സീറ്റുകളും കൈവിടേണ്ട ഒരു അവസ്ഥ വന്നു. KSU അവിടെ വൻ വിജയം നേടുകയും ചെയ്തു. ഉടനെ തന്നെ ആഹ്ലാദ പഠനം KSU പ്രവർത്തകർ നടത്തുകയുണ്ടായി. ഇതിൽ പ്രധാനമായും അതിൻ്റെ ബാനർ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ വൈറലായതാണ്. MSF തോറ്റു, മതേതരത്വം വിജയിച്ചു. ഈ കൊടുവള്ളിയിലെ ഈ കോളേജിൽ തെരഞ്ഞെടുപ്പിൽ KSU മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങളിൽ ഒന്ന് MSFിൻ്റെ ഭരണം അവസാനിപ്പിക്കുക. അത് മാത്രമല്ല MSFിൻ്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കുക, മതേതര ഭരണം തിരികെ പിടിക്കുക എന്ന മുദ്രാവാക്യമൊക്കെ ഉയർത്തിയാണ് KSU ഈ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വർഷങ്ങളായി MSF കൈയടക്കി വെച്ച കോളേജായിരുന്നു. സ്വാഭാവികമായും അതിനെതിരെ വലിയൊരു വികാരമുണ്ടായി. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. അത് KSU സ്വന്തമാക്കുകയും KSU വലിയ വിജയവും നേടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി MSF കൊടുവള്ളി ലോക്കൽ കമ്മിറ്റി ഇപ്പോൾ പ്രസ്താവനയിലൂടെ അവരുടെ പ്രതിഷേധം അറിയിച്ചത്. ഞാൻ അതിലെ മുഴുവൻ വായിക്കുന്നില്ല, അതിൽ പ്രധാനപ്പെട്ട ഒരു വരി മാത്രം ഞാൻ വായിക്കുന്നത്. ഈ MSFിനെ വർഗീയമായി ചിത്രീകരിച്ച KSU നടപടിയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തു. അതിനുശേഷം ഇങ്ങനെയാണ് പറയുന്നത്: ഇതിന് നേതൃത്വം കൊടുത്ത കൊടുവള്ളിയുടെ അല്പന്മാരായ KSU, യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കാത്ത പക്ഷം UDF സംവിധാനത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ കൊടുവള്ളി നിയോജക മണ്ഡലം MSF കമ്മിറ്റി തയ്യാറല്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഇതാണ് അവർ പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത്. മനു ഒന്ന് ആലോചിച്ച് നോക്കും, മുന്നണിയിലെ ഒരു പങ്കാളിയോടെയാണ് അല്പന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ആ ബന്ധത്തിന് ഉലച്ചൽ വന്നു. അടുത്ത് സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നത്, അപ്പോൾ അവർക്കല്ലേ അടുത്ത് നിൽക്കുന്നവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായും അവർ അത് മനസ്സിലാക്കി വിശേഷിപ്പിക്കും. നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ടത്, അവർ വിശേഷിപ്പിച്ചോട്ടെ. തീർച്ചയായും. പക്ഷേ ഇത്തരത്തിലൊരു തുറന്ന പോരിലേക്ക് അത് പോകുമ്പോൾ സ്വാഭാവികമായും അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ചർച്ചയാകും. ഇത്തരത്തിൽ വർഷങ്ങളായി കൂടെ ഉണ്ടായ ആ ഒരു ബന്ധം ഉലച്ചൽ സംഭവിക്കുമ്പോൾ അത് അവരെ വിശേഷിപ്പിച്ചത് അല്പന്മാരായ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾക്കെതിരെ നടപടിയെടുക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് കൊടുവള്ളി മണ്ഡലം ജനറൽ സെക്രട്ടറിയായ KK ഖാദറും ഇതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. KSU നടത്തിയ ആഹ്ലാദപ്പെടുന്നതിന് പിന്നാലെ ഇന്ദിരയുടെ പേരക്കുട്ടികൾ അഭയം തേടി
വന്നവരാണ്. അതായത് മനു സൂചിപ്പിച്ച പോലെ തന്നെ രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ, സഹോദരി പ്രിയങ്ക ഗാന്ധി ആയിക്കോട്ടെ, അഭയം തേടി കേരളത്തിലേക്ക്, ഉത്തരേന്ത്യയിൽ നിന്ന് പലായനം ചെയ്ത് കേരളത്തിലേക്ക് വന്നവരാണെന്ന് അടക്കമുള്ള ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അത് വിദ്യാർത്ഥികളുടെ മുന്നണി ബന്ധം മാത്രമല്ല, ലീഗ് കോൺഗ്രസ് ബന്ധം കൂടി പതുക്കെ ഉലയുന്നു. വയനാട് കോഴിക്കോട് ഭാഗങ്ങളിൽ ഉലച്ചൽ സംഭവിക്കുന്നു. അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് മനു. ഏതായാലും ഈ ഒരു തുറന്ന പോരിലേക്ക് എത്തി നിൽക്കുന്നത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് പ്രധാനമായും നമ്മളിപ്പോൾ ഉറ്റുനോക്കുന്നത് മനു.